ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന രേവതിക്കുട്ടിയുടെ ജന്മരഹസ്യം കണ്ടെത്തുന്നുണ്ട്. ബ്രിജിത്ത മമ്മി മരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു പഴയ ബാഗും ഡയറിയും സിസ്റ്ററെ ഏൽപ്പിച്ചിരുന്നു. അലീന കര പറ്റിയതിനു ശേഷം ഇത് അവൾക്ക് നൽകണമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ അലീനയുടെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തിയതിനു ശേഷം സിസ്റ്റർ അവൾക്ക് ആ ഒരു ഡയറി കൈമാറും. അലീന ആ ഡയറി തുറന്നു നോക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് സത്യം മനസ്സിലാക്കും. അമ്മ പ്രസവിച്ച ശേഷം രേവതിക്കുട്ടിയെ ബ്രിജിത്ത മമ്മിയെ ഏൽപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്യായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന സത്യം അലീന തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമല്ല, അച്ഛനെയും മകളെയും അലീന ഒന്നിപ്പിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. അലീന ബാലചന്ദ്രന്റെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അലീനയും ബാലചന്ദ്രനും തമ്മിൽ അവിഹിതമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി അലീനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ നിന്നും അലീന മനുവിന്റെ സഹായത്തോടെ പോകുന്നത് അലീനയുടെ അച്ഛന്റെ അടുത്തേക്കായിരിക്കും. അച്ഛൻ ആദ്യമൊന്നും അലീനയുടെ അച്ഛന് അവളെ അംഗീകരിക്കാൻ പോലും താല്പര്യമുണ്ടായിരുന്നില്ല. അവള് വൈജയന്തി അയാളെ ചതിച്ചതാണെന്നൊക്കെയാണ് അയാൾ ചിന്തിച്ചു വെച്ചിരുന്നത്. അന്ന് ഞാൻ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയതായിരുന്നു. പിന്നീട് അങ്ങനെ പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി. പിന്നെ അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേക്കും അവളുടെ വിവാഹം കഴിഞ്ഞ വാർത്തയാണ് ഞാൻ കേട്ടത്. എന്നാൽ ശരിക്കും തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും വൈജയന്തി അന്വേഷിച്ചിരുന്നില്ല. ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നത് ഞാൻ അവളെ ചതിച്ചതാണെന്നാണ്. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കാൻ പോലും അവൾക്കന്ന് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വൈജയന്തിയിൽ തനിക്കുണ്ടായ അലീന മോളെ കണ്ടപ്പോഴേക്കും അലീനയുടെ അച്ഛനാണെങ്കിൽ വൈജയന്തിയോട് തോന്നുന്ന അതേപോലെ തന്നെ ദേഷ്യവും വെറുപ്പൊക്കെ അലീനയോട് തോന്നിപ്പോവാണ്. പക്ഷേ അലീനയാണെങ്കിൽ അയാളുടെ കൂടെ കുറച്ച് ദിവസം താമസിച്ചപ്പോഴേക്കും അലീനയുടെ സ്നേഹം കൊണ്ടും സാമീപ്യം കൊണ്ടും അയാളെ മാറ്റിയെടുക്കുന്നുണ്ട്. ആ ഇടക്കായിരിക്കും സ്നേഹനികേതനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകള് അലീനെ അന്വേഷിച്ചു കൊണ്ട് തന്നെ ഫോൺ ചെയ്യുന്നത്. ഹലോ, അലീന മോളല്ലേ? അല്ല, അന്ന് ഇവിടെ നിന്നും പോയിട്ട് പിന്നെ ഈ വഴിക്ക് കണ്ടതേയില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചു നിന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഓരോ തിരക്കായി എന്നൊക്കെ പറഞ്ഞ് അലീന ഓരോ കാരണങ്ങൾ പറയാണ്. ആ സമയത്ത് സിസ്റ്റേഴ്സ് പറയുന്നുണ്ട്, ഇപ്പോൾ അലീന ഏതായാലും അമ്മയെയും അച്ഛനെയും കണ്ടെത്തി. അലീനയ്ക്ക് ഇനി വിരോധമില്ലെങ്കിൽ ഇതുവരെ ഒന്ന് വരാവോ എന്ന് ചോദിക്കും. അന്നേരം അലീനക്ക് അത്ഭുതമായിരിക്കും. എന്താ സിസ്റ്ററെ, എന്തെങ്കിലും പ്രത്യേകിച്ച് എന്ന് ചോദിക്കുന്ന സമയത്തിന് സിസ്റ്റർ പറയുന്നുണ്ട്, ഒന്നുമില്ല. ബ്രിജിത്ത മമ്മി മരിക്കുന്നതിന് മുൻപേ തന്നെ എന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. അതിന് മമ്മി മരിക്കുന്ന സമയത്ത് ആകെ ഒരു ഡയറിയേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേർക്ക് കടം കൊടുക്കാനുള്ള കണക്കുകളെല്ലാം അതിൽ ഞാൻ തീർത്തല്ലോ. അതുമാത്രമല്ല, ബ്രിജിത്ത മമ്മി മരിക്കുന്നതിന് മുൻപേ മമ്മിയുടെ കയ്യിൽ ആകെ ഒരു ഡയറിയേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേർക്ക് കടം കൊടുക്കാനുള്ള കണക്കുകളെല്ലാം തന്നെ ഞാൻ തീർത്തു. പിന്നെ നീ ഒരു കരക്കെത്തിയതിനു ശേഷം നിന്നോട് ഈ രഹസ്യം പറയണമെന്നും പറഞ്ഞു. ഇത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോളെ, ഈ ഡയറി വാങ്ങാൻ വേണ്ടി നീ വരണമെന്ന് പറയുന്ന സമയത്ത് തന്നെ അലീന അതിന് സമ്മതിക്കാണ്. ഞാൻ എവിടെ നിന്നും ട്രാൻസ്ഫർ ആയി മറ്റൊരിടത്തേക്ക് പോവാണ്. അതിനു മുൻപേ സാധനങ്ങളെല്ലാം തന്നെ ഓരോരുത്തരെ ഏൽപ്പിക്കണം. അതുകൊണ്ട് നിന്നെ ഞാൻ വിളിച്ചതാന്ന് പറയുന്ന സമയത്ത് തന്നെ അലീന പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ ഞാൻ നാളെ തന്നെ വരാം സിസ്റ്ററെ. അങ്ങനെയും പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അലീന നേരെ സ്നേഹനികേതനത്തിലേക്ക് ചെല്ലും. അവിടെ എത്തിയതോടുകൂടി തന്നെ അലീനക്ക് തന്റെ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വരും. ബ്രിജിത്ത മമ്മിയും രേവതിക്കുട്ടിയും ചിന്നുകുട്ടിയായിട്ട് എല്ലാം ഒരുമിച്ച് വളരെയധികം സ്നേഹത്തോടെ ജീവിച്ച ആ നാളുകൾ. അവിടെ എത്തിയതിനു ശേഷം അലീന ആദ്യം തന്നെ ചെല്ലുന്നത് ബ്രിജിത്ത മമ്മിയുടെ കല്ലറയിലേക്കായിരിക്കും. അവിടെ ചെന്ന് മുട്ടുകുത്തി പൂക്കളെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ചെന്ന് അലീന കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രിജിത്ത മമ്മി ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും എന്ത് രഹസ്യമാണ് മമ്മി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്? എന്നോട് പറയാതെ ഇനി എന്തെങ്കിലും രഹസ്യം മമ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അച്ഛനെയും അമ്മയും ആരാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും എൻ്റെ അമ്മക്കറിയില്ല ഞാൻ ആരാണെന്ന്. സ്വന്തം മകളാണെന്ന് അറിയാഞ്ഞിട്ട് എന്നോടിപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാ. ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെയാണ്. അച്ഛന് ഞാൻ മകളാണെന്നറിയാം. ആ സ്നേഹവും വാത്സല്യവും ആവോളം എനിക്ക് തരുന്നുണ്ട്. രണ്ടുപേരുടെയും ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണ മൂലം കുറേ അധികം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യമാണ് ഇപ്പോൾ പാവം എൻ്റെ മമ്മി കാണിക്കുന്നത്. ഞാൻ മകളാണെന്നുള്ള കാര്യമൊന്നും എൻ്റെ അമ്മക്കറിയില്ലല്ലോ. ഒരു വേലക്കാരിയുടെ വേഷം അണിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നത്. അതിൻ്റെതായിട്ടുള്ള ദേഷ്യമെല്ലാം തന്നെ അമ്മ എന്നോട് തീർത്തു. അവസാനം അവിഹിതം എന്ന പേരിലാണ് എന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നത്. മമ്മി വളർത്തിയ മോൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ സാറിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ്. സ്വന്തം മോളോടെന്ന പോലെ തന്നെയാണ് ആ സാർ എന്നെ സ്നേഹിച്ചിരുന്നത്. സാർ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതൊന്നും തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അവിടുത്തെ അമ്മ എന്തോ തെറ്റിദ്ധരിച്ചു. എന്നാൽ ആ സാറിന് സത്യം അറിയാമായിരുന്നു. വിവാഹത്തിന് മുൻപേ സ്വന്തം ഭാര്യയ്ക്ക് ജനിച്ച മകളാണ് ഞാൻ എന്ന കാര്യം ആ സാറിന് അറിയാമായിരുന്നു.
ആ സത്യം മനസ്സിലാക്കിയതിനു ശേഷം ആദ്യം അദ്ദേഹം എന്നോട് വെറുപ്പും ദേഷ്യമൊക്കെ കാണിച്ചെങ്കിലും പിന്നീട് ഒരച്ഛന്റെ വാത്സല്യം തന്നെ തന്നിട്ട് അയാൾ എന്നെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ സ്വന്തം അമ്മ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഞാനും ആ സാറും തമ്മിൽ അവിഹിതമുണ്ട് എന്നൊക്കെ പേരിലാണ് എന്നെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ബ്രിജിത്ത മമ്മിയുടെ കല്ലറക്ക് മുന്നിൽ നിന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അലീന തന്റെ സങ്കടം പറയാണ്. അലീനയുടെ സങ്കടം കരച്ചിലൊക്കെ കേട്ടുകൊണ്ടായിരിക്കട്ടെ അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ വരുന്നത്. സിസ്റ്റർ വന്ന് ചോദിക്കുന്നുണ്ട്, ആ അലീന, നീ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? വാ, നമുക്ക് അകത്തേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് അലീനയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ കയ്യിൽ ഒരു കവർ ഏൽപ്പിക്കും. അലീന അത് തുറന്നു നോക്കുന്ന സമയത്തിന് അതിലൊരു പഴയ ബാഗും ഒരു ഡയറിയും ആയിരിക്കും അതിലുണ്ടാവുന്നത്. സിസ്റ്റർ പറയുന്നുണ്ട്, മോളെ, ബ്രിജിത്ത മമ്മി നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണിത്. നീ എന്തെങ്കിലും ഒരു കരക്കെത്തിക്കഴിഞ്ഞാൽ ഇത് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിരുന്നു. നീ ഇതിലുള്ള കാര്യങ്ങളൊക്കെ അതേ പ്രകാരം ചെയ്യുമെന്നൊക്കെ ബ്രിജിത്ത മമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബാഗ് അലീനയെ ഏൽപ്പിക്കാണ്. അലീന അത് വാങ്ങിച്ചതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോരും. അവിടെ നിന്ന് പോരുന്ന വഴിക്ക് എന്നെ രേവതിക്കുട്ടിയെ പോയി കാണണമെന്നൊക്കെ അലീനക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇനിയിപ്പോ രേവതിക്കുട്ടിയെ പിന്നീട് കാണാമെന്ന് കരുതി അലീന നേരെ ആ ഒരു ബാഗുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. പോകുന്ന സമയത്തൊക്കെ അലീനയുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ബ്രിജിത്ത മമ്മിയുടെ ഓർമ്മകളായിരിക്കും. എന്നാലും എന്ത് രഹസ്യമായിരിക്കും ബ്രിജിത്ത മമ്മി എന്നോട് പറയാൻ ബാക്കി വെച്ചത്? അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടല്ലേ അവിടെ സിസ്റ്ററിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കൊരു ജോലി കിട്ടിയതിനു ശേഷം തനിക്കൊരു സ്വന്തം കാലിൽ നിലയുറപ്പിച്ചതിനു ശേഷം മാത്രമേ ഇത് ഞാൻ അറിയാൻ പാടുള്ളൂ എന്നൊക്കെയാണ് മമ്മി സിസ്റ്ററോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മമ്മി ഏൽപ്പിക്കണമെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വളരെയധികം ഉത്കണ്ഠയോടുകൂടി തന്നെ അവൾ ആ ബാഗ് ഓപ്പൺ ചെയ്തു നോക്കി. തുറന്നു നോക്കുന്ന സമയത്തിന് അതിൽ രേവതിക്കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ എന്ന് തോന്നിക്കുന്ന ഒരു പഴയ ഫോട്ടോ ഉണ്ട്. അന്നൊരിക്കൽ ബ്രിജിത്ത മമ്മി പത്രത്തിൽ കണ്ട ഫോട്ടോ എടുത്ത് അത് വെട്ടിയെടുത്ത് മാറ്റിവെച്ചതാണ് രേവതിക്കുട്ടിയുടെ അമ്മ. ഇന്നേ വരെ മരിച്ച ഡാറ്റയും കാര്യങ്ങളും ആ ഒരു പത്രത്തിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു എഴുത്തെന്ന പോലെ ഒരു കുഞ്ഞു ഡയറിയും കൂടി ഉണ്ടായിരുന്നു. അതിൽ അലീനയ്ക്കെന്ന പോലെ ഒരു ചെറിയ കുറിപ്പ് ബ്രിജിത്ത മമ്മി എഴുതി വെച്ചിട്ടുണ്ട്. മോളെ അലീനെ, നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളൂടെ ബാക്കിയുണ്ട്. അത് നീ അറിയണം. അത് രേവതിക്കുട്ടിയെ പറ്റിയിട്ടുള്ള രഹസ്യമാണ്. രേവതിക്കുട്ടിയുടെ അമ്മ മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ അമ്മ അവളെ ഗർഭം ധരിച്ചതിന് ശേഷമാണ് അവൾ ചതിക്കപ്പെട്ടിരിക്കുകയാണെന്ന സത്യം അവൾ മനസ്സിലാക്കിയത്. അന്നു മുതൽ ആ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചത്. ഇടയ്ക്ക് എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് അവൾ വാരിയെടുക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവളുടെ അമ്മക്ക് അവളെ ഒരിക്കലും പോറ്റാൻ കഴിയാത്തതുകൊണ്ടും ആ ഒരു കുറ്റബോധം കൊണ്ട് തന്നെയാണ് അവളുടെ അമ്മ അവൾക്കൊരു 4 വയസ്സുള്ളപ്പോൾ തൂങ്ങി മരിച്ചത്. അവളുടെ അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന ഒരു പത്രവാർത്ത ഞാൻ കാണാനിടയായി. ഇനി ഒരിക്കലും അവളെ തേടി ഇങ്ങോട്ടേക്ക് വരാൻ ആരുമില്ല എന്ന കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷേ അവളുടെ അമ്മ മരിക്കുന്നതിന് മുൻപേ തന്നെ അവളുടെ അച്ഛനെക്കുറിച്ചുള്ള പല വിവരങ്ങളും എനിക്ക് തന്നിരുന്നു. അവളുടെ അച്ഛൻ ആരാണെന്നും അവർ രണ്ടുപേരും വളരെയധികം സ്നേഹത്തിൽ കഴിയുകയായിരുന്നുവെന്നും അവളുടെ അച്ഛനും അവളുടെ അമ്മയും കൂടി വിവാഹം കഴിക്കാനിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛന് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു എന്ന വാർത്ത അവളെ തേടിയെത്തിയത്. അങ്ങനെ അവളുടെ അച്ഛൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞതോടുകൂടി തന്നെ രേവതിക്കുട്ടിയുടെ അമ്മയുടെ മനസ്സ് തകർന്നുപോയി. ഈ ഡയറിയുടെ ബാക്ക് പേജിൽ രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ട്. ഒരു അഡ്രസ്സുമുണ്ട്. അവരുടെ അഡ്രസ്സും അതിന് പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്നെങ്കിലും ഒരിക്കൽ രേവതിക്കുട്ടി അവളുടെ അച്ഛനെയോ അമ്മയെയോ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നീ അവളോട് പറയണം. പക്ഷേ ഒരിക്കലും ആരുടെയും ജീവിതം തകർത്തുകൊണ്ടാവരുത്. ഒരിക്കലും അവരെ തേടി പോവരുത്. അവൾ ആവശ്യമുണ്ടെങ്കിൽ അവരെ തേടി വന്നോളും. രേവതിക്കുട്ടിയുടെ അമ്മ ഇനി ഒരിക്കലും അവളെ തേടി വരില്ല. അവളുടെ അമ്മ അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. പക്ഷേ അവളുടെ അച്ഛൻ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുകയാണെന്നെങ്കിലും ആ കുടുംബത്തിലേക്ക് കയറി ചെന്ന് ആ കുടുംബം ഒരിക്കലും തകർക്കരുതെന്ന് നീ അവളോട് പറയണം. രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഞാൻ ഈ ഡയറിയുടെ ബാക്കിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ അലീന ആ ഒരു ഡയറി അങ്ങ് മറിച്ചു നോക്കുന്നതോടുകൂടി തന്നെ രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കാണും. അപ്പോഴേക്കും അലീന ആകങ്ങനെ ഞെട്ടിത്തെറിച്ചു പോവാണ്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ അലീന ആകെ തരിച്ചു നിൽക്കുന്നത്. അപ്പോ രേവതിക്കുട്ടിയുടെ അമ്മ ഗർഭിണിയായത് ഇയാളിൽ നിന്നാണോ? താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ മുഖമായിരിക്കട്ടോ അലീന കണ്ടിരിക്കുന്നത്. അലീന ആകങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കണ്. ആകെ വിയർക്കുന്ന പോലെയും ബോധം കെട്ടുപോകുന്നത് പോലെയൊക്കെ തോന്നാണ് അലീനക്ക്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ഇതിപ്പോ ഞാൻ എൻ്റെ അമ്മക്ക് പിറന്ന പോലെ അച്ഛനും ഒരു മകളോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അലീന ഇത്രമാത്രം ഷോക്കാവാൻ കാരണം അത് മറ്റാരുടെയും ഫോട്ടോ ആയിരിക്കില്ല, അത് ബാലചന്ദ്രന്റെ ഫോട്ടോ ആയിരിക്കും. അലീന ഒരു ഞെട്ടലോട് ചിന്തിക്കുന്നുണ്ട്. അപ്പോ രേവതിക്കുട്ടിയുടെ അച്ഛൻ ബാലചന്ദ്രനായിരുന്നോ? ബാലചന്ദ്രൻ സർ, ഷോ ഇതെങ്ങനെ സംഭവിച്ചു?
അലീന ബാലചന്ദ്രൻ സാറിൽ നിന്നും ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ബാലചന്ദ്രൻ സാറിന് മറ്റൊരു സ്ത്രീയെ ചതിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാലും ഇതിലെന്തോ ദുരൂഹത സംഭവിച്ചിട്ടുണ്ടെന്നും തന്റെ അമ്മക്ക് പറ്റിയതുപോലൊരു തെറ്റ് ബാലചന്ദ്രൻ സാറിനും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡയറി എല്ലാം അടച്ചു വെച്ചതിന് ശേഷം അലീന ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കാണ്. ഒട്ടും സമാധാനമില്ലാതെ അലീന നേരെ രേവതിക്കുട്ടിയെ വിളിക്കും. രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആ അലീന ചേച്ചി എന്താ വിളിച്ചേ? അല്ല മോളെ, നിനക്ക് സുഖമല്ലേ? രേവതിക്കുട്ടി പറഞ്ഞിട്ട്, എനിക്കിവിടെ പരമസുഖമാണ് ചേച്ചി. ചേച്ചിക്കറിയാലോ, എനിക്ക് അച്ഛനും അമ്മക്കും പകരം ഇവിടുത്തെ ആന്റിയും മകളും ഉണ്ട്. പിന്നെ എന്ത് സുഖക്കുറവാ? അലീന ചോദിക്കുന്നുണ്ട്, എന്നാലും മോളെ, നിനക്ക് നിന്റെ അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ ഒന്നും അറിയണ്ടേ? അതിന് എന്റെ അമ്മ മരിച്ചു പോയെന്നാണല്ലോ. അതല്ല മോളെ, നിനക്ക് ശരിക്കും നിന്റെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും അറിയണ്ടേന്ന് അലീന ചോദിക്കുന്ന സമയത്ത് തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതിന് എന്റെ അമ്മ മരിച്ചുപോയി എന്നാണല്ലോ ബ്രിജിത്ത മാമി പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ എന്തറിയാനാ? അല്ലെങ്കിലും അമ്മക്കൊരു പക്ഷേ അനിയത്തിമാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവില്ലേ? അപ്പൊ രേവതിക്കുട്ടി പറയുന്നത്, അതെ, എല്ലാവരും ഉണ്ടാവും. അവർക്കൊന്നും എന്നെ ആവശ്യമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഉപേക്ഷിച്ചു പോയത്. പിന്നെ ഞാനെന്തിനാ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നത്? ദേ, ഇപ്പൊ കിട്ടിയ ജീവിതത്തിൽ ഞാൻ ഒരുപാടധികം സന്തോഷവതിയാണ് എന്നൊക്കെ പറയട്ടെ രേവതിക്കുട്ടി. അന്നേരം അലീന പറഞ്ഞിട്ട്, അല്ല മോളെ, ഒരു പക്ഷെ നിന്റെ അച്ഛന് നിന്നെ ആവശ്യമുണ്ടെങ്കിലോ എന്ന് ചോദിക്കും. അപ്പോ രേവതിക്കുട്ടിക്ക് വല്ലാതാവാണ്. ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? എന്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. അമ്മ ഒരിക്കലും അത് വെളിപ്പെടുത്തിയിട്ടില്ല എന്നല്ലേ ബ്രിജിത്ത മാമി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ അതൊക്കെ അന്വേഷിച്ചു പോകുന്നത്? ഇനി ഒരു പക്ഷെ എന്റെ അച്ഛൻ എന്നെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഇതുപോലൊരു അനാഥാലയത്തിൽ കൊണ്ടുവിടുവോ? ഇനി ഏതായാലും ഞാൻ ഇത്രത്തോളം വളർന്നു, ഇത്ര വലുതായി, എനിക്ക് ഏതായാലും ഒരു അച്ഛന്റെയും അമ്മയുടെയും ആവശ്യമില്ല. എനിക്കിപ്പോ എന്റെ അലീന ചേച്ചിയും പിന്നെ എനിക്കിപ്പോ ഉള്ള ബന്ധുക്കളൊക്കെ മതിയെന്ന് പറയാതിരിക്കട്ടെ രേവതിക്കുട്ടി. അപ്പോ അത് തന്നെ ശരിവെക്കാണ് അലീന. അലീന വീണ്ടും ചിന്തിക്കുന്നുണ്ട്, എന്നാലും ബാലചന്ദ്രൻ സാറിന്റെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പാവം രേവതിക്കുട്ടിയുടെ അമ്മ മനസ്സ് പൊട്ടിയിട്ടായിരിക്കുമല്ലോ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അവളെ ഒരിക്കലും അവർക്ക് ഉപേക്ഷിക്കാൻ മനസ്സിലായിരുന്നു. പിന്നെ നിവൃത്തികേട് കൊണ്ടായിരിക്കും അങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഈ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ബാലചന്ദ്രനെ ഒരിക്കൽ നേരിട്ട് കാണാമെന്നൊക്കെ മനസ്സുകൊണ്ട് തീരുമാനിക്കണ്ടോ അലീന. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലീന ബാലചന്ദ്രനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അലീന വീട്ടിലേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ട് വൈജയന്തി അവളോട് തട്ടിക്കയറാണ്. എടി, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത്? നിനക്ക് എന്താടി ഇവിടെ ഉള്ളത്? നീ ആരെ കാണാനാടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അലീന പറഞ്ഞിട്ട്, അതെ, ഞാൻ ഇവിടെ മുത്തശ്ശിയെ കാണാൻ വന്നതാണെന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അലീന പറഞ്ഞിട്ട്, അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് മുത്തശ്ശി പറയട്ടെ, എങ്കിൽ ഞാൻ പോയേക്കാമെന്ന് പറയുന്ന സമയത്തായിരിക്കും മുത്തശ്ശി ഓടി വന്നിട്ട് അലീനെ സ്നേഹത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം ബാലചന്ദ്രൻ അവിടെ ഇല്ലാന്ന് മനസ്സിലാക്കാണ് അലീന. അലീന പറഞ്ഞിട്ട്, മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതാണ്. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, ഏതായാലും വന്നല്ലോ, മുത്തശ്ശിയെ കണ്ടല്ലോ, ഇനി നീ ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. പൊയ്ക്കോ, ഇവിടെ നിന്ന് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയോട് പൊട്ടിത്തെറിക്കും. അങ്ങനെ വന്നത് ഏതായാലും വെറുതെയായി, ബാലചന്ദ്രൻ സാറിനെയും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കാട്ടോ അലീന. മുത്തശ്ശിയോട് കുറച്ചു നേരം സംസാരത്തിന് ശേഷം യാത്രയൊക്കെ പറഞ്ഞ് അലീന അങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ വഴിയിൽ വെച്ച് തന്നെ ബാലചന്ദ്രൻ സാറിനെ കാണുന്നത്. ബാലചന്ദ്രനും ഒരുപാട് സന്തോഷമായിരിക്കും അലീനയെ കാണുന്ന സമയത്ത് തന്നെ. അവര് കുറച്ചു നേരം സംസാരിക്കാണ്. ബാലചന്ദ്രൻ സാറിനോട് അലീന ചോദിക്കുന്നുണ്ട്, സാറേ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാർ എന്നോട് സത്യം പറയണമെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ, അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? ഇന്നേ വരെ ഞാൻ എന്തെങ്കിലും കള്ളം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം അലീന ചോദിക്കുന്നത്, അല്ല, ഈ വൈജയന്തി മേഡത്തെ കല്യാണം കഴിക്കേണ്ട എന്ത് സാഹചര്യമാണ് സാറിനുണ്ടായത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന്, എന്താ മോളെ അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിക്കട്ടെ ബാലചന്ദ്രൻ. അലീന പറഞ്ഞിട്ട്, അത് പിന്നെ നിങ്ങൾ അന്നാ വീട്ടിലെ വെറും ഒരു ജോലിക്കാരനാണെന്നും കുഞ്ഞിരാമൻ സാർ എന്ന എന്റെ മുത്തശ്ശന്റെ ജോലിക്കാരനാണെന്നൊക്കെ അല്ലേ പറഞ്ഞു കേട്ടത്. പെട്ടെന്നൊരു ദിവസം അവരുടെ വീട്ടിലെ തന്നെ ഒറ്റ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണമെങ്കിൽ അതിന്റെ സാഹചര്യം എന്തായിരുന്നു? ചോദ്യത്തിൽ കാര്യമുണ്ട് മോളെ, നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചു. അപ്പോ അവർക്ക് ആ കുഞ്ഞിനെ അവളുടെ അടുത്ത് നിന്നു മാറ്റി അവരുടെ കുടുംബത്തിന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് വൈജയന്തി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണമായിരുന്നു. ജാതിയും മതമൊക്കെ നോക്കിയത് കൊണ്ടായിരിക്കാം എന്റെ അച്ഛൻ തന്റെ മകനെ കൊണ്ട് വിവാഹം കഴിക്കണമെന്ന് അന്ന് തീരുമാനിച്ചത്. എനിക്ക് നല്ല ജോലിയും പഠിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും വൈജയന്തിയെ എനിക്ക് അവര് തന്നത്. അലീന ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾ ഒരുപാടധികം സാമ്പത്തികമായിട്ട് പിന്നിലായിരുന്നില്ലേ? അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ എന്റെ അച്ഛന് വാക്കുകൊടുത്തു. എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അച്ഛനാണ് ഇങ്ങനെ തന്റെ സാറിന് വേണ്ടിയിട്ട് തന്റെ മകളെ സാറിന്റെ മകളുമായിട്ട് വിവാഹം കഴിച്ചു വന്നപ്പോൾ വീട്ടുകാർക്ക് വലിയ സന്തോഷമായിരുന്നു. അന്ന് ഈ വിവാഹത്തിന് തനിക്കൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്റെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ്. അച്ഛന്റെ മുതലാളിയുടെ മകളെ ഞാൻ തന്നെ വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ എന്നോട് നിർബന്ധം പറഞ്ഞു.
അന്ന് ഞാൻ വൈജയന്തിയെ വിവാഹം കഴിച്ചപ്പോഴേക്കും അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ കല്യാണത്തിനോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് അലീന ചോദിക്കുന്നത്, അതെന്താ സാറേ സാറിന് താല്പര്യമില്ലാവാത്തത്? സാറ് മറ്റേതെങ്കിലും പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നോ എന്ന് ചോദിക്കാണ് അലീന. പെട്ടെന്ന് അലീനയുടെ ആ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താ നീ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചത്? അല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, സാറിന് ഇത്രയും വലിയൊരു വീട്ടിലെ പെൺകുട്ടിയെ താല്പര്യമില്ലാത്തതിന് കാരണം എന്താണെന്ന് അറിയാലോ എന്നൊക്കെ പറയും. നല്ല സാമ്പത്തികവും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് സാറിന്റെ അച്ഛൻ മുന്നിലോട്ട് വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സാറിന് ഈ കല്യാണം താല്പര്യമില്ലാത്തതെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും അലീന. അന്നേരം ബാലചന്ദ്രൻ അലീനയ്ക്ക് മുന്നിൽ മനസ്സ് തുറക്കാണ്. ബാലചന്ദ്രൻ പറയുന്നത്, എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. എൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതുമാണ്. പക്ഷേ പെട്ടെന്നാണ് അച്ഛൻ്റെ അറിയിപ്പ്, കുഞ്ഞിരാമൻ സാറിന്റെ മോളുമായിട്ട് എൻ്റെ വിവാഹം നിശ്ചയിച്ചു എന്ന്. നിനക്കതിൽ എതിർപ്പുണ്ടോന്നൊരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് വീട്ടുകാരാണ്. അവരൊന്നും എൻ്റെ ഇഷ്ടം ചോദിച്ചതുപോലുമില്ല. അവരുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നുകൊടുക്കുക മാത്രമേ അന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് വൈജയന്തിയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ല എന്ന് പറയണ ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നിട്ടെന്താ, സാറിനൊന്നും സംഭവിച്ചില്ലല്ലോ? സാറിന് നല്ല ഭാര്യ, കുട്ടികൾ, കുടുംബം എല്ലാം ആയല്ലോ. ഓഹോ, എന്നെ ഒരു പുച്ഛായിരുന്നു, ഒരു പണമില്ലാത്തവൻ. പക്ഷേ അവിടുന്ന് ആ വാശിയിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം നേടിയെടുത്തത്. അവർക്കൊക്കെ എന്നോട് ദേഷ്യവും പുച്ഛവും മാത്രമായിരുന്നു. ആ വൈജയന്തിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞൊന്നല്ലാതെ ഇന്നേ വരെ എനിക്കൊരു വില പോലും തന്നിട്ടില്ല. ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. ഞാൻ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് എനിക്കായിട്ട് എല്ലാവരും വില തന്നത് എന്നൊക്കെ പറയാട്ടോ ബാലചന്ദ്രൻ. അതിനിടയ്ക്ക് അലീന ചോദിക്കുന്നുണ്ട്, എന്നാലും സാർ ഒരു കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലേ, ഇപ്പോൾ ആ പെൺകുട്ടി എവിടെയാണെന്ന് ചോദിക്കും. ബാലചന്ദ്രൻ പറഞ്ഞത്, അവൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചൊരു പെൺകുട്ടിയെ പറ്റിയിട്ട് പിന്നീട് നിങ്ങൾക്ക് അന്വേഷിക്കാനൊന്നും തോന്നിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവിടുത്തെ താമസമൊക്കെ മാറി ഞങ്ങൾ ദേ വീടുമായിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. അവിടെയുള്ള വീടും പറമ്പും എല്ലാം വിറ്റു. അവിടെയുള്ളതെല്ലാം വിറ്റുപെറുക്കി അച്ഛനിത അവർക്ക് കൊടുത്ത വൈജയന്തിയുടെ അച്ഛൻ കൊടുത്ത വീട്ടിലേക്ക് മാറി. പിന്നെ അവിടെയായിരുന്നു ഞങ്ങളുടെ വിവാഹവും കാര്യങ്ങളും എല്ലാം. പിന്നെ സ്വന്തം കാലിൽ നിന്ന് എല്ലാം നേടിയെടുത്ത് അത്രയും വലിപ്പമുള്ള വീടും എല്ലാ സൗകര്യങ്ങളും ബിസിനസ്സും ജ്വല്ലറീസും എല്ലാം ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കി. അപ്പൊ പിന്നെ പഴയ നാട്ടിലേക്ക് പോവുകയോ അവിടെയുള്ളതൊന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. അലീന പറഞ്ഞിട്ട്, എന്നാലും സാറിന് ആ പെൺകുട്ടിയെ പറ്റിയിട്ട് കുറച്ചെങ്കിലും അന്വേഷിക്കാമായിരുന്നു എന്ന് പറയും. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വീണ്ടും വീണ്ടും ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്? അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി 5 വർഷത്തിന് ശേഷം തൂങ്ങി മരിച്ചു. അവര് ഗർഭിണിയായിരുന്നു. മകൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവർ തൂങ്ങി മരിച്ചത്. മകളെ അനാഥാലയത്തിൽ കൊണ്ടുപോയാക്കി. അത് കേട്ടതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകൊരു ഞെട്ടലായിരിക്കും. അലീന പറയുന്നുണ്ട്, അതെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിരുന്നില്ലേ? വിവാഹത്തിന് മുൻപേ അതിലൊരു കുഞ്ഞവൾക്കുണ്ടായിരുന്നു. അതും കൂടെ ഇനി നിങ്ങൾ നിഷേധിക്കുകയാണോ? ഒരു സ്ത്രീയെ വഞ്ചിച്ചിട്ടാണോ നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ഒരു ഞെട്ടലായിരിക്കും. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇല്ല അലീന, ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ചതി ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ആകെ അലമുറയിട്ട് കരയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അലീന പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം. നിങ്ങൾ പ്രണയിച്ച ആ പെൺകുട്ടി പ്രിയ എന്നായിരുന്നില്ല അവളുടെ പേര്? അവൾ പ്രസവിച്ചതൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ കുട്ടിയെ ബ്രിജിത്ത മമ്മിയുടെ കയ്യിലാണ് കുഞ്ഞിനെ വളർത്താൻ കൊടുത്തത്. പിന്നെ 4 വർഷം അവൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു. 4 വർഷത്തിന് ശേഷം കുഞ്ഞിനെ പൂർണ്ണമായിട്ടും ബ്രിജിത്ത മമ്മിയെ ഏൽപ്പിച്ചതിന് ശേഷം അവൾ തൂങ്ങി മരിക്കുകയായിരുന്നു. അത്രമാത്രം പ്രയാസം അവൾക്കുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിനെ വിട്ടുപിരിയാൻ ഒട്ടും തന്നെ അവൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. താൻ സ്നേഹിച്ച പുരുഷൻ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ തേടി വരുമെന്ന് അവൾ ഒരുപാടധികം കാത്തിരുന്നു. പക്ഷേ അവനെ പറ്റിയിട്ട് യാതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആ അമ്മയുടെ മുന്നിൽ പിന്നെ മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും തള്ളിപ്പറഞ്ഞ അവൾക്ക് മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. അവരുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ അനാഥാലയത്തിൽ വരുമായിരുന്നു. ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ച് കുഞ്ഞിന് കുറച്ചധികം സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും. പെട്ടെന്നൊരിക്കലാണ് അവർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേട്ടത്. ദേ നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പത്രത്തിലുള്ള ആ ഒരു പേപ്പർ കട്ടിങ്സ് എല്ലാം തന്നെ എടുത്തിട്ട് ബാലചന്ദ്രനെ കാണിച്ചു കൊടുക്കാട്ടോ അലീന. ഇത് കണ്ടതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകെ നെടുങ്ങി. കരഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ട്, മോളെ, അവൾ ഗർഭിണിയാണെന്ന കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതൊന്നും അന്വേഷിച്ചില്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണ്. അവളെ പിച്ച് ചെയ്യുന്നതിനു ശേഷം അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കായിരുന്നു. ഒരു സ്ത്രീയെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി?
നിങ്ങൾ അങ്ങനെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ താൻ ആദ്യം സ്നേഹിച്ച പെണ്ണിന് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണമായിരുന്നു. അപ്പോ നിങ്ങളാണല്ലേ അവരെ ചതിച്ചത്, പാവം. എന്നാലും ഇത്രയായിട്ടും എവിടെയാണെങ്കിലും അന്വേഷിക്കാമായിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞതിന്റെ മോളെ, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. അത്രക്കും തടവിലായിരുന്നു ഞാനും. ഞാൻ ഒരിക്കലും മറ്റൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നില്ല. അതൊക്കെ പറ്റിപ്പോയി എന്ന് പറയുന്ന സമയത്തന്നെ അലീന പറഞ്ഞിട്ട്, നിങ്ങൾ ആണുങ്ങൾക്ക് എല്ലാം മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ പെണ്ണിനൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. ബാലചന്ദ്രൻ പറഞ്ഞതിന്റെ മോളെ, നീ തന്നെ എന്നോട് ഇതൊക്കെ പറയണം. നിന്റെ അമ്മയാണോ നിന്നെ പ്രസവിച്ചത്? അവളിപ്പോ എല്ലാം മറന്നിട്ട് എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ ജീവിക്കുന്നുണ്ടല്ലോ. അവളെല്ലാം മറന്നില്ലേ? അലീന പറഞ്ഞിട്ട്, സാറേ, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ആവണമെന്നൊന്നും ഇല്ലല്ലോ. ഏതൊരു പെണ്ണിന്റെ ജീവിതത്തിലും ഒരാണിന്റെ ചതി ഉണ്ടായിരിക്കും. അതെ. എന്താ മോളെ, അപ്പോ ഞാനൊരു ചതിയനാണെന്നാണോ നീ ഈ പറഞ്ഞു വരുന്നത്? അല്ല മോളെ, അങ്ങനെയാണെങ്കിൽ എന്റെ മകൾ ഇപ്പോ എവിടെയുണ്ട്? അവളിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടോ? അലീന പറഞ്ഞിട്ട്, എവിടെയുണ്ട് എന്ന കാര്യമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഏതായാലും ആ കുട്ടി ആരാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ ഒരിക്കൽ അവളോട് ചോദിച്ചു അവൾക്ക് അവളുടെ അച്ഛനെ കാണണോന്ന്. അന്ന് അവൾ എനിക്ക് തന്ന മറുപടി എന്താണെന്നറിയോ? അന്ന് എന്നെ വേണ്ടാത്തത് കൊണ്ടല്ലേ എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചത്. അങ്ങനെ എന്നെ ഉപേക്ഷിച്ച് എന്റെ അച്ഛനെയും അമ്മയും എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന്. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, മോളെ, അവളുടെ അമ്മ ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിച്ച കാര്യമെങ്കിലും എന്നെ അറിയിക്കാമായിരുന്നില്ലേ? അലീന പറയുന്നുണ്ട്, അതൊരു നല്ല സ്ത്രീയായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തകർക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും സ്വയം ഈ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു മാറി തന്നത്. ഹൃദയം പൊട്ടുന്ന വേദനയോട് കൂടി തന്നെ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, മോളെ, ഒന്ന് പറ, എന്റെ മോൾ എവിടെയാണ്? നിനക്കറിയാവുന്ന ആളാണോ? ആരാണ് എന്റെ മോൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, അതേ അങ്കിൾ, അത് മറ്റാരുമല്ല, എന്റെ രേവതിക്കുട്ടിയാണ്. ഈ രഹസ്യം ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു. ബ്രിജിത്ത മമ്മി എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ രഹസ്യം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓർഫനേജിലേക്ക് പോയി. പക്ഷേ ആ രഹസ്യം ഇത്രമാത്രം വേദനിപ്പിക്കുന്ന രഹസ്യമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ബാലചന്ദ്രൻ സാറാണ് രേവതിക്കുട്ടിയുടെ അച്ഛനെന്ന് ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറയും. അന്നേരം ബാലചന്ദ്രൻ ഇങ്ങനെ നെഞ്ചത്ത് തല്ലിങ്ങനെ നിലവിളിച്ച് കരയണം, മോളെ, ഞാൻ എന്തൊരു പാപിയാണ്. പാവം എന്റെ പ്രിയ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാലും അവൾ ഈ കാര്യം ഒരിക്കലും എന്നെ അറിയിക്കാതെ ഈ ലോകത്തു നിന്ന് വിട്ടുപോയല്ലോ. ഒരു പക്ഷേ എന്റെ ജീവിതം ഒരിക്കലും തകർന്നു പോവാതിരിക്കാനായിരിക്കും ഞാൻ നല്ലതുപോലെ ജീവിച്ചോട്ടെ എന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പണ്ട് എനിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ആരാരും വേണ്ടാത്ത സമയത്ത് പാവം എന്റെ പ്രിയ എന്നെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ ജീവിക്കാൻ ഒരുപാടധികം ആഗ്രഹിച്ചതാണ് അവൾ. പക്ഷേ എന്റെ വീട്ടിൽ നിന്നും എന്റെ അച്ഛൻ അവളെ പോയി കണ്ടിരുന്നു. ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു. അന്നൊന്നും അവൾക്ക് ഗർഭമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രമായിരിക്കും അവൾ എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ വെച്ചത്. എന്നാലും അവൾ എന്തിനാണ് മരിച്ചത്? അവൾ ഗർഭിണിയാണെന്ന കാര്യം എന്നെ അറിയിച്ചുകൂടായിരുന്നോ? അവൾക്കൊരു മകൾ പിറന്നു എന്ന കാര്യമെങ്കിലും എന്നെ അറിയിച്ചുകൂടായിരുന്നോ? അങ്ങനെ എനിക്കൊരു കുഞ്ഞു പിറന്നെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ പൊട്ടിക്കരയാണ്. ബാലചന്ദ്രന്റെ സങ്കടം കാണുന്ന സമയത്തിന് അലീനക്കും വല്ലാത്ത സങ്കടമായിരിക്കും. ബാലചന്ദ്രൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അലീനക്ക് മനസ്സിലാവും. രേവതിക്കുട്ടിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനും അവർ തയ്യാറാണെന്ന കാര്യം അലീനയെ അറിയിക്കും. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, മോളെ, എനിക്ക് അവളെ ഒന്ന് കാണണം. രേവതിക്കുട്ടിയെ എനിക്കിപ്പോൾ തന്നെ കാണണം എന്നൊക്കെ പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, അതിന് രേവതിക്കുട്ടി സമ്മതിക്കില്ലല്ലോ അങ്കിൾ. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, എന്നാലും വിടില്ല, എനിക്ക് എൻ്റെ മോളെ ദൂരെ നിന്നൊന്ന് കണ്ടാൽ മതി. മോളെ, നീ എന്നൊന്ന് സഹായിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ബാലചന്ദ്രൻ. അങ്കിൾ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയും ബാലചന്ദ്രനും അവിടെ വെച്ച് തന്നെ നേരെ മാമച്ചന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തിന് അലീനയെ കാണുന്ന സമയത്തിന് രേവതിക്കുട്ടി ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ട് അലീന ഇങ്ങനെ കെട്ടിപ്പിടിക്കാണ്. അപ്പോൾ അലീന പറഞ്ഞിട്ട്, മോളെ, എൻ്റെ കൂടെ അവിടുത്തെ സാറ് വന്നിട്ടുണ്ട് എന്ന് പറയും. ബാലചന്ദ്രൻ്റെ അകത്തേക്ക് വന്നതോടുകൂടി തന്നെ രേവതിക്കുട്ടി വളരെ സ്നേഹത്തിൽ സ്വീകരിക്കുകയാണ്. എന്നാൽ ബാലചന്ദ്രനാണെങ്കിലോ കണ്ണിമ വെട്ടാതെ രേവതിക്കുട്ടിയെ തന്നെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. രേവതിക്കുട്ടി ഇങ്ങനെ നിർത്താതെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന സമയത്തിന് തൻ്റെ പ്രിയ തൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് പോലെയായിരിക്കും ബാലചന്ദ്രന് തോന്നുന്നത്. അതെ, പ്രിയയുടെ അതേ മുഖം, അമ്മയെ പോലെ തന്നെ രൂപം. എന്നിട്ട് ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട്, മോളിങ്ങ് വാ. രേവതിക്കുട്ടി അടുത്തേക്ക് വന്നതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടിക്ക് ഒരു സംശയത്തോട് നോക്കി നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നീ നിന്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടാൽ മതി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ, നിനക്കിവിടെ സുഖമാണോ? മോളെ എൻ്റെ കൂടെ പോരണോ? അലീന പറയുന്നത്, എനിക്കിവിടെ നല്ല സുഖമാണ്. ഇവിടുത്തെ ആൻറ്റിയും അങ്കിളും എന്നെ സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത്. പിന്നെ ഞാനേതായാലും സാറിൻ്റെ കൂടെയൊന്നും വരില്ല. അവിടെ എൻ്റെ അലീന ചേച്ചിയെ ഓടിച്ചു വിട്ട ആ മാഡമില്ലേ,
അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻ്റെ ഗതി എന്തായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ വീട്ടുകാരെനിക്ക് സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ്. ഇവരെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിക്കുട്ടി അവിടെ തന്നെ നിൽക്കുമായിരിക്കും. അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, മോളെ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി നിന്നോട് ചോദിക്കാണ്, നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയും കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി അങ്ങനെ കൂടെ കൂടെ ചോദിക്കുന്നത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, എനിക്കൊരിക്കലും അവരെ കാണാൻ ആഗ്രഹമില്ല. പിന്നെ എൻ്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അവരോടൊരു ദേഷ്യവുമില്ല. പക്ഷേ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നല്ലേ കേട്ടത്? അച്ഛൻ എന്നെ അറിയാലോ, ഇന്നേ വരെ അച്ഛൻ എന്നെ അന്വേഷിച്ച് വരാൻ നിന്നിട്ടില്ലല്ലോ. ഇങ്ങനൊരു മകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ആ അച്ഛനോട് എനിക്കിപ്പോഴും വെറുപ്പാണ്. എന്നെ അനാഥയാക്കിയ എൻ്റെ അച്ഛനോട് എൻ്റെ അമ്മ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അമ്മ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി പോയത്. എന്നാ എൻ്റെ അച്ഛനോ? എൻ്റെ അച്ഛനല്ലേ അമ്മയെ ചതിച്ചത്? രേവതിക്കുട്ടിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന്റെ ബാലചന്ദ്രന്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നൊരവസ്ഥയായിരിക്കും. തന്റെ മകളോടും ഭാര്യയോടും താൻ ചെയ്ത തെറ്റോർത്തുകൊണ്ട് തന്നെ ബാലചന്ദ്രന്റെ മനസ്സ് വിങ്ങി പൊട്ടിക്കരയാണ്. രേവതിക്കുട്ടിയെ ചേർത്ത് പിടിക്കണം. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എതിർത്താലും വേണ്ടില്ല, തനിക്കൊരു മകളുണ്ടെന്ന കാര്യം വൈജയന്തിയോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കാണ് ബാലചന്ദ്രൻ. എന്നാൽ രേവതിക്കുട്ടിയുടെ നിലപാട് കേട്ടതോടുകൂടി തന്നെ ബാലചന്ദ്രനും അലീനക്കും വല്ലാത്ത നിരാശയാവാണ്. അലീനക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അലീന പറഞ്ഞത്, സാർ വിഷമിക്കേണ്ട കേട്ടോ, അവളുടെ മനസ്സ് പതിയെ നമുക്ക് മാറ്റിയെടുക്കാം. രേവതിക്കുട്ടിയുടെ മനസ്സ് ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീന ഒരിക്കലും ബാലചന്ദ്രനാണ് രേവതിക്കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യമൊന്നും തന്നെ രേവതിക്കുട്ടിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നീട് അങ്ങനെ കുറേ ദിവസങ്ങൾ രേവതിക്കുട്ടിയോട് അലീന വീണ്ടും സംസാരിച്ചതിന് ശേഷം കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കട്ടോ രേവതിക്കുട്ടിയുടെ ശരിക്കുമുള്ള അച്ഛൻ ആരാണെന്നുള്ള കാര്യമെല്ലാം തന്നെ അലീന തുറന്നു പറയുന്നത്. അച്ഛനെ കാണണമെന്ന് രേവതിക്കുട്ടി അലീനയോട് റിക്വസ്റ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ഒരുപാടധികം സ്നേഹം മാറി വിതറുന്ന ബാലചന്ദ്രനാണ് തന്റെ അച്ഛനെന്ന് പറഞ്ഞതോടുകൂടി തന്നെ രേവതിക്കുട്ടി പൊട്ടിക്കരയുന്നുണ്ട്. തന്റെ അച്ഛന്റെ ജീവിതത്തിൽ താൻ യാതൊരുവിധ ബാധ്യതയും ആവില്ലെന്നും അലീനക്ക് വാക്ക് കൊടുക്കുകയാണ് രേവതിക്കുട്ടി. ഏതായാലും അച്ഛൻ ബാലചന്ദ്രനാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ രേവതിക്കുട്ടി ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അച്ഛനും മകളും തമ്മിൽ തിരിച്ചറിയുന്നുണ്ടെന്ന് മാത്രമല്ല രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും. രേവതിക്കുട്ടിക്ക് വല്ലാത്ത സന്തോഷം തോന്നും. തന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെല്ലാം തന്നെ ബാലചന്ദ്രൻ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. താൻ ഒരിക്കലും അമ്മയെ ചതിച്ചതല്ലെന്നും വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് തന്നെ പ്രിയയിൽ നിന്നും അകറ്റിയതാണെന്നുള്ള കാര്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ പറയും. രേവതിക്കുട്ടി പറയുന്നത്, ഈ രേവതിക്കുട്ടി ആ വീട്ടിലേക്ക് വന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛനെന്നും എൻ്റെ അച്ഛനായിട്ട് എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അച്ഛന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും ഇപ്പോഴെങ്കിലും എനിക്ക് അച്ഛനെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ, എൻ്റെ അച്ഛനെ എനിക്ക് തിരികെ കിട്ടിയല്ലോ, ഇനി എനിക്ക് മനസ്സിലിട്ട് സ്നേഹിക്കാൻ എനിക്ക് എൻ്റെ അച്ഛനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിക്കുട്ടി ബാലചന്ദ്രനോട് ഇങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ വൈജയന്തി മറച്ചു വെച്ചതുപോലെ തന്നെ ബാലചന്ദ്രനും ചെറിയൊരു രഹസ്യമുണ്ട് എന്നുള്ള കാര്യമെല്ലാം തന്നെ അലീന കണ്ടെത്തുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും